The Elegant College of Arts and Science proudly announcing the Watch and Win 3 winners. Watch and Win 4 contest on 29/8/2020. 29/8/2020 നാഷണൽ സ്പോർട്സ് ഡേ ബന്ധപ്പെട്ട് ഇപ്രാവശ്യം സ്പോർട്സ് റിലേറ്റഡ് കണ്ടന്റ് ആണ് വാച്ച് ആൻഡ് വിൻ 4-ൽ ഒരുക്കിയിരിക്കുന്നത്. The Elegant College of Arts and Science. Watch and Win 3 winners. First one, Sania ആണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് 2 പേർക്കാണ് സുജിത് ശിവ ആൻഡ് ഷിഫാന എ. തേർഡ് പ്ലേസ് 7 പേർക്കാണ് സ്നേഹ ആർ, രജീഷ്, ഫഹ്മിദ, അനുപമ എസ്, തൻസീറ എം, അമൽ ഫഹ്മ ആൻഡ് ലിയാന. ഇതുപോലെ 10 പേരെയാണ് വാച്ച് ആൻഡ് വിൻ 4 കോൺടെസ്റ്റ് കാത്തിരിക്കുന്നത്. വാച്ച് ആൻഡ് വിൻ 3 കോൺടെസ്റ്റിൽ എന്തൊക്കെ നിയമാവലികളാണോ ഒരുക്കിയിരുന്നത് അത് തന്നെയാണ് വാച്ച് ആൻഡ് വിൻ 4-ലും ഉള്ളത്. 10 വിജയികളെയാണ് ക്യാഷ് പ്രൈസുകൾ കാത്തിരിക്കുന്നത്. 29/8/2020 ശനിയാഴ്ചയാണ് വാച്ച് ആൻഡ് വിൻ 4 കോൺടെസ്റ്റ് നടക്കുന്ന ദിവസം. നാഷണൽ സ്പോർട്സ് ഡേ ആയി ബന്ധപ്പെട്ട് സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം വാച്ച് ആൻഡ് വിൻ 4-ൽ ഒരുക്കിയിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വാച്ച് ആൻഡ് വിൻ 4 വീഡിയോ മുഴുവനായി കാണുക. വാച്ച് ആൻഡ് വിൻ 4 29/8/2020 നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക, വിജയിക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ കണ്ടസ്റ്റൻസ്. സോ വെൽക്കം ടു വാച്ച് ആൻഡ് വിൻ 4 കോൺടെസ്റ്റ്. ഹായ് എവ്രിവൺ, ഐ എം സാനിയ. എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തിയ വാച്ച് ആൻഡ് വിൻ 3 കോൺടെസ്റ്റിലെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് ഞാൻ. എലഗന്റ് കോളേജിലെ ഇഷക് സാറിലൂടെയാണ് ഞാൻ ഇത്തരമൊരു മത്സരത്തെ പറ്റി അറിഞ്ഞതും അതിൽ പങ്കെടുത്തതും. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വേദി ഒരുക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എലഗന്റ് കോളേജിന് ഞാൻ നന്ദി പറയുകയും അതോടൊപ്പം ഇനിയും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തിയ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിലേക്ക് സെക്കൻഡ് പ്രൈസ് വിന്നറാണ്. ഇതിൽ വിജയിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കോൺടെസ്റ്റ് ആരംഭിച്ച സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷിഫാന. എലഗന്റ് കോളേജ് വാച്ച് ആൻഡ് വിൻ 3-ലെ സെക്കൻഡ് വിന്നറാണ്. ഇതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവരും താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഐ എം സ്നേഹ. വാച്ച് ആൻഡ് വിൻ 3 കോൺടെസ്റ്റിലെ വിജയിയാണ്. ഈ കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ബെനിഫിഷ്യലായി ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്ത എലഗന്റ് കോളേജിലെ എല്ലാ അധ്യാപകന്മാർക്കും എൻ്റെ വളരെയധികം നന്ദി അറിയിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജീഷ്. എലഗന്റ് കോളേജിൽ സംഘടിപ്പിച്ച ക്വിസ് പ്രോഗ്രാമിൽ തേർഡ് പ്രൈസ് വിന്നറാണ് ഞാൻ. ആ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി അറിയിച്ചു. ഐ എം ഫഹ്മിദ. ഞാൻ ബിഗ് ബസ് ഹൗസ് സ്കൂളിലെ +2 സ്റ്റുഡൻ്റ് ആണ്. ഈ ഓഗസ്റ്റ് 15 വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ തേർഡ് പ്രൈസ് വിന്നറും കൂടിയാണ്. ഈ ഗെയിം കണ്ടക്ട് ചെയ്ത് എലഗന്റ് കോളേജിലെ പ്രിൻസിപ്പലിനും അതിലെ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതുപോലത്തെ ഗെയിം ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നു. ഹലോ, ഞാൻ അനുപമ. എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തിയ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ തേർഡ് പ്രൈസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഈ പ്രാവശ്യത്തെ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും എന്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് തൻസീറ. എലഗന്റ് കോളേജ് നടത്തിയ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിലെ തേർഡ് വിന്നറാണ് ഞാൻ. ഇതിൽ വിജയിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ പിറകെ പ്രവർത്തിച്ച എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ താങ്ക് യു പറയുന്നു. താങ്ക് യു എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇനിയും ഇതുപോലുള്ള പരിപാടി ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹായ്, ഞാൻ ലിയാന. എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ തേർഡ് വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. അതിൽ വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ അധ്യാപകരോടും എലഗന്റ് കോളേജിലെ ഹോൾ ടീമിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് മത്സരങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1932 ഒളിമ്പിക്സ് ഹോക്കി മത്സരമാണ് രംഗം. കളി നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് ഗ്രൗണ്ടിലാണ്. മത്സരം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. കളി പകുതി ആയപ്പോഴേക്കും ഇന്ത്യ ഏറെ ഗോളുകൾക്ക് മുന്നിലാണ്. കളിക്കളം നിറഞ്ഞു കളിച്ച ഒരു ഇന്ത്യൻ കളിക്കാരന്റെ ഹോക്കി സ്റ്റിക്കിൽ എന്തോ ഒരു ജാല വിദ്യ ഉണ്ടെന്ന പരാതിയുമായി ഒരു അമേരിക്കൻ താരം റഫറിയെ സമീപിച്ചു. എന്നാൽ ആ ഇന്ത്യൻ കളിക്കാരനാകട്ടെ ഉടൻ തന്നെ ആ ഹോക്കി സ്റ്റിക്ക് ആ അമേരിക്കൻ താരത്തിന് കൈമാറി. പകരം അമേരിക്കൻ താരത്തിന്റെ ഹോക്കി സ്റ്റിക്ക് വാങ്ങിക്കളിച്ചു. എന്നിട്ടും അയാളുടെ കളിയിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയുടെ ഗോൾ വലയിൽ 24 പ്രാവശ്യമാണ് ഇന്ത്യ പന്ത് അടിച്ചു കയറ്റിയത്. ആ കളി ഇന്ത്യ 24-1 അമേരിക്കയെ തോൽപ്പിച്ചു. ആരായിരുന്നു ആ സൂപ്പർ താരം? ക്രിക്കറ്റിൽ ബ്രാഡ്മാനെ പോലെ, ഫുട്ബോളിൽ പെലെയെ പോലെ ഹോക്കി കളിയിൽ ആ പേര് ഒത്തിവെക്കപ്പെട്ടു.
ആ താരം ഉത്തർപ്രദേശിലെ അലഹബാദുകാരനായ ധ്യാൻ ചന്ദായിരുന്നു. ഇന്ത്യൻ ഹോക്കിയിലെ എന്നത്തെയും ഇതിഹാസമായിരുന്നു ധ്യാൻ ചന്ദ്. ധ്യാൻ സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. രാത്രിയും പരിശീലനം ശീലമാക്കിയ ധ്യാൻ സിംഗിന് കൂട്ടുകാർ ചന്ദ്രൻ എന്നർത്ഥം വരുന്ന ചന്ദ് എന്നു പേരുകൂടി പേരിനൊപ്പം ചേർത്തു. അങ്ങനെ ധ്യാൻ ചന്ദായി. ലോകത്തിലെ തന്നെ മികച്ച സെന്റർ ഫോർവേഡായ ഇന്ത്യൻ ഹോക്കിയിലെ വീരനായകൻ ധ്യാൻ ചന്ദ് കൗമാരൻ കടക്കും മുമ്പേ 17-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. ഹോക്കിയിലെ ബാലപാഠങ്ങൾ പട്ടാളത്തിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. കളിക്കളത്തിൽ എതിരാളികളുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കുന്ന മാന്ത്രിക വിദ്യ ധ്യാൻ ചന്ദിനുണ്ടായിരുന്നു. ഹോക്കിയിലെ നെടുനായകനായ അദ്ദേഹം തുടർച്ചയായ 3 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലുകൾ വാങ്ങിത്തന്നു. 1936 ബെർലിൻ ഒളിമ്പിക്സ് കാണാൻ സാക്ഷാൽ ജർമ്മൻ ഭരണാധികാരിയായ അഡോൾഫ് ഹിറ്റ്ലറും എത്തി. ആദ്യം ഗോൾ ലഭിച്ചത് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യക്കായിരുന്നു. പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ 8 എണ്ണം തിരിച്ചടിച്ച ഇന്ത്യ 40,000 കാണികൾക്ക് മുമ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ധ്യാൻ ചന്ദിന്റെ കളി മികവ് മനസ്സിലാക്കിയ ഹിറ്റ്ലർ കേണൽ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. ധ്യാൻ ചന്ദ് സ്നേഹപൂർവ്വം അത് നിരസിച്ചു. ശിപായിയായി ജീവിതം ആരംഭിച്ച് മേജറായി പിരിഞ്ഞ ധ്യാൻ ചന്ദിന്റെ കഥ ഹോക്കിയുടെ തന്നെ ചരിത്രമാണ്. 1979 ഡിസംബർ 3 ആ ജീവിതത്തിന് തിരശ്ശീല വീണു. വളവൊത്തവടി മാന്ത്രികജാലം ഒളിപ്പിച്ച് ഒളിമ്പിക്സിലടക്കം സ്വർണ്ണ മെഡലുകൾ വാരിക്കുട്ടി ഹിറ്റ്ലറെ പോലും അമ്പരപ്പെടുത്തിയ ചന്ദ്രപ്രഭയോടെ പ്രശോഭിച്ച ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ ആയി ആചരിക്കുന്നു. ആ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Major Dhyan Chand Singh. The National Sports Day is celebrated on 29th August, the birth anniversary of hockey legend Major Dhyan Chand, who is regarded as the nation's greatest hockey player of all the time. ഇന്ത്യയിലെ ദേശീയ സ്പോർട്സ് ഡേ നമ്മൾ ആചരിക്കുന്നത് ധ്യാൻ ചന്ദ് സിംഗിന്റെ ജന്മദിനമാണ്, അതായത് 29 ഓഗസ്റ്റ്. മേജർ ധ്യാൻ ചന്ദ് സിംഗ്, the hockey player who won gold medals in Olympics for India in the years 1928, 1932 and 1936. He scored over 1,000 goals in his career from 1926 to 1948. Let us have a look at the major sports events in India. The first one is cricket. Cricket is one of the most popular sports in India. The country has hosted and won multiple cricket World Cups. The second one is hockey. Field hockey is the most successful sport for India at the Olympics. The Indian men's team has won 8 Olympic gold medals. The third one is kabaddi. Kabaddi is the most popular indigenous sport in the country. Other popular sports in India are badminton, football, shooting, wrestling, boxing, tennis, squash, weightlifting, gymnastics, athletics, table tennis, basketball, volleyball and cycling. Popular indigenous sports include chess, kho-kho, kite fighting, leg cricket, polo, snooker and gilli-danda. Let us see which are the major sports awards in India. The first one is Rajiv Gandhi Ghel Ratna Award. കായിക രംഗത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ നൽകി വരുന്ന ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഈ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് 7.5 ലക്ഷം രൂപയാണ് ലഭിക്കുക. The second one is അർജുന അവാർഡ്. 1961 ഇന്ത്യയിൽ ആദ്യമായി അർജുന അവാർഡ് നൽകിയത്. അർജുന അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപയാണ് ലഭിക്കുക. The next one is ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് ഇന്ത്യയിൽ ആദ്യമായി നൽകിയത് 1985 ഈ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക. The last one is Dhyan Chand Award. This award is given for the lifetime contributions to sports development in India. ഈ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക. 2002 ആദ്യമായി ധ്യാൻ ചന്ദ് അവാർഡ് ഇന്ത്യയിൽ നൽകിയത്. Let's have a look at the game hockey. There are 11 players on a team made up of a goalkeeper, defenders, midfielders and forwards. 70 മിനിറ്റ് ദൈർഘ്യമാണ് ഈ ഗെയിം കളിക്കാനെടുക്കുന്നത്. ഫീൽഡ്
hockey is considered as the national game of India. The Indian hockey men's team has won 8 Olympic gold medals. Among these 8 Olympic gold medals, 6 of them in a row from the year 1928 to 1956 and added 2 more at Tokyo in 1964 and Moscow in 1980. The 1975 Hockey World Cup was the third edition of the Hockey World Cup. It was held in Malaysia. In the final, India defeated Pakistan and the goal difference was 2-1. India hosted the 2018 World Cup. The 2018 Men's Hockey World Cup final was a field hockey match played between Belgium and the Netherlands. In this game, Belgium won their first World Cup after defeating Netherlands, and it was a penalty shootout. Ishack'S was the captain of senior Indian hockey team and has won Asian Games gold medal and Commonwealth Games silver medal. Ishack'S hails from Ernakulam district of Kerala. The next game is cricket. Cricket, as we know, is a bat and ball game played between 2 teams of 11 players. Cricket was originated in England. The Indian men's national cricket team, that also known as Team India and Men in Blue, is governed by the Board of Control for Cricket in India, that is BCCI, and is a full member of the International Cricket Council, that is ICC. The Indian cricket team won 2 times world champions. The inaugural 2007 World 2020 was staged in South Africa and won by India by defeating Pakistan. Sachin Tendulkar is the highest run scorer of all time in international cricket. He is the only player to have scored 100 international centuries, the first batsman to score a double century in a one-day international, that is ODI, the holder of the record for the most runs in both Test and ODI cricket, and the only player to complete more than 30,000 runs in international cricket. He is the only sports player who got Bharat Ratna award. ജാർഖണ്ഡിലെ റാഞ്ചിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ ഫുട്ബോളിനെ നെഞ്ചേറ്റി ഗോൾ കീപ്പിങ്ങിനെ പ്രണയിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അമരക്കാരനായത് ഒരു ചരിത്ര വിസ്മയമാണ്. 1981 ജൂലൈ 7 പാൻസിംഗിന്റെയും ദേവകി ദേവിയുടെയും മകനായി ജനിച്ച മഹേന്ദ്ര സിംഗ് ധോണി ആരാധകർക്ക് മഹിയും തലയും MSDയുമായ മിസ്റ്റർ കൂളാണ്. സ്കൂൾ പഠനകാലത്ത് ഗോൾ കീപ്പിംഗിലെ മികവ് കാണാനിടയായ കായികാധ്യാപകനാണ് ധോണിയെ സ്റ്റെമ്പിന് പിന്നിൽ നിർത്തുന്നത്. പിന്നീട് പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗിലൂടെ മുഖ്യധാര ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് ചുവടുവെച്ചു. ആദ്യ അരങ്ങേറ്റം 2004 ബംഗ്ലാദേശിനെതിരെ റണ്ണൊന്നുമില്ലാതെ ധോണി റണ്ണൌട്ട്. പിന്നീട് അങ്ങോട്ട് മഹീന്ദ്രജാലമായിരുന്നു. അടുത്ത മത്സരത്തിൽ ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെ സെഞ്ചുറി അടിച്ചു. വിക്കറ്റ് കീപ്പിംഗിലെ ഇന്ത്യയുടെ ദാരിദ്ര്യം ധോണി നികത്തി തുടങ്ങി. 2005 ആദ്യ ടെസ്റ്റ് മത്സരത്തിനിറങ്ങി. ബാറ്റിംഗ് നിരയിലെ അന്നത്തെ ഏഴാമൻ. തൊട്ടടുത്ത വർഷം ഏകദിന റാങ്കിങ്ങിൽ റിക്കി പോണ്ടിങ്ങിനെ പിന്തള്ളി ഒന്നാമനായി. നേട്ടങ്ങളുടെ പൊൻതൂവലുകൾ ഓരോന്നായി ധോണി തന്നിലേക്ക് തുന്നിച്ചേർത്തിക്കൊണ്ടിരുന്നു. 15ലധികം പരസ്യ ബ്രാൻഡുകൾ ധോണിക്കായി സമയം നീക്കിവെച്ചു. ഗാംഗുലിക്ക് ശേഷം പൂർണ്ണമായി ധോണി യുഗം അവിടെ നിന്ന് ആരംഭം കുറിക്കുകയായി. സമ്മർദ്ദത്തിന്റെ ഏത് കൊടുമുടിയിലും ശാന്തവും ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള ആർജവും ഈ പഴയ റെയിൽവേ ടിക്കറ്റ് പരിശോധകനുണ്ടായിരുന്നു. 20 വേൾഡ് കപ്പിന് വേണ്ടി BCCI അർദ്ധമനസ്സോടെ യാത്രയപ്പ് നൽകിയ ടീമിനെ വിജയതിലകം അണിയിച്ചതിന് പിന്നിൽ ധോണിയുടെ തന്ത്രജ്ഞത ഒളിഞ്ഞുനിന്നു. 2011 വേൾഡ് കപ്പിലെ ഫൈനലിൽ ഇന്ത്യയെ വിജയ കിരീടമണിയിച്ച ഫിനിഷിംഗ് സിക്സർ ഷോട്ട് അടിച്ചുകൊണ്ടുള്ള ആ മന്ദഹാസം 130 കോടിയിലധികം വരുന്ന ജനങ്ങൾക്കത് ആനന്ദ കണ്ണീരായിരുന്നു. 2 വേൾഡ് കപ്പും ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും നേടിയ ഏക ക്യാപ്റ്റനാണ് ധോണി. 331 മാച്ചുകളിൽ ഇന്ത്യയെ നയിച്ചു ഈ ബെസ്റ്റ് ഫിനിഷർ. 3 ഫോർമാറ്റുകളിലും ക്യാപ്റ്റനായി കളിച്ച ധോണിയുടെ അവസാന മത്സരവും ഒരു റണ്ണൌട്ടിലാണ് അവസാനിച്ചത്. ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് തുഴഞ്ഞ ഈ കപ്പിത്താൻ വിരമിക്കുമ്പോൾ ക്രിക്കറ്റിന്റെ ഒരു യുഗം അവസാനിക്കുകയാണ്.
താൻ കരുതി വെച്ച തീരുമാനം 2020 ഓഗസ്റ്റ് 15 തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. 2011 വേൾഡ് കപ്പ് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിന് വേണ്ടി ധോണി നേടിക്കൊടുത്തതുപോലെ അടുത്ത വേൾഡ് കപ്പ് കോഹ്ലി ധോണിക്ക് വേണ്ടി നേടിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അതിന് പ്രാർത്ഥിക്കാം. Moving to the next game, that is tennis. Tennis is a game played on a rectangular shaped court. It is either played with 2 players, that is singles match, or 4 players, that is doubles match. The Grand Slams tournaments, also known as the majors, is the most important tennis events which attracts a lot of public and media attention. Famous Indian players like Leander Paes, Vijay Amritraj and Sania Mirza takes part in these majors, making it even more significant on the international stage. The next game is football. Football, as we know, is played by 2 teams, each with a maximum of 11 players. One must be the goalkeeper. 45 മിനിറ്റ് ദൈർഘ്യമുള്ള 2 പകുതികളായിട്ടാണ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. Modern football was originated in Britain in the 19th century. The FIFA World Cup is an international association of football competition conducted by the senior men's national teams of the members of the Federation International de Football Association, that is FIFA, the sport's global governing body. Current champions of football is France, runner-up Croatia in 2018. Most successful team is Brazil that attained 5 titles. Volleyball is the next game. There are 6 players on a court in a volleyball team who each must rotate one position clockwise every time their team wins. A volleyball match typically lasts between 60 and 90 minutes, that is about 20 minutes per game. The clock is not a factor. Play continues until one team has won 3 games. അതായത് വോളിബോൾ ഗെയിമിൽ സമയം ഒരു ഫാക്ടർ അല്ല. ഒരു ടീം 3 കളി ജയിക്കുന്നത് വരെ അവർ കളി കണ്ടിന്യൂ ചെയ്യും. Volleyball was invented in 1895 by William G. Morgan, physical director of the Young Men's Christian Association, that is YMCA, in Holyoke, Massachusetts. Let us have a look at the game Kabaddi. Kabaddi is played between 2 teams of 7 players each. The game is played over 40 minutes with a 5-minute break between halves. The game was originated in Tamil Nadu. Common terms used in Kabaddi are cant, raider, anti-raider, to put out an ante, etc. Current champion of Kabaddi is Pakistan, and the runner-up is unofficial team of arch rivals India in 2019. And we are proud to say that the most successful team of Kabaddi is our India. Now we can discuss about another racket sport, that's badminton. The most common forms of the game are singles, that is with 1 player per side, and doubles, that is with 2 players per side. A match consists of 3 games of 21 points. When the leading score reaches 11 points, players have a 60 seconds interval. A 2 minutes interval between each game is allowed. Prakash Padukone was the first player from India to achieve world #1 spot in the game. Saina Nehwal is the first female player from India to achieve world #1 spot in April 2015. She is the first Indian badminton player to have won an Olympic medal. Sindhu represented India at the 2016 Summer Olympics, becoming the first Indian badminton player to reach a final. She won the silver medal after losing out to Spain's Carolina Marin. The last game is boxing. A boxing match typically consists of a determined number of the 3-minute rounds, a total of up to 9 to 12 rounds. The sport was introduced to the ancient Olympic Games by the Greeks in the late 7th century BC.
At the 2008 Beijing Olympics, Vijayendra Singh clinched bronze and became the first Indian boxer to bring an Olympic medal back home. 6 times, the world champion MC Mary Kom clinched bronze in the 2012 London Games.